മാവേലി നാട്ടിലെ ആദ്യത്തെ ഉത്സവം, ഭഗവാന്റെ തിരുവോണത്തിന് ആറാട്ട് നടക്കുന്ന നമ്മുടെ നരസിംഹമൂർത്തിയുടെ പുണ്യക്ഷേത്രം. ഇത് അയ്മനത്തുകാരുടെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ തിരുവോണം നമുക്കെല്ലാവർക്കും വളരെയധികം ആനന്ദം, അതുപോലെ തന്നെ ഉത്സവം ആയതുകൊണ്ട് ഓണം ആഘോഷിക്കാത്ത ആരും തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ നരസിംഹമൂർത്തിയുടെ നടയിൽ നമ്മൾ ചെന്ന് നിന്നാൽ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും മാറും. അത് അയ്മനത്തുകാർക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തരാണ് ഇവിടെ എത്തി അവരുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മഹത്തായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ പൊന്നു വല്യച്ഛൻ, അല്ലേ? പൊന്നു വല്യച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യച്ഛൻ ആരാണ്? നമ്മുടെ കുടുംബാംഗമാണ്. പൊന്നു വല്യച്ഛനെ സംബന്ധിച്ച് നമ്മുടെ പിതൃക്കളുടെ എല്ലാ സാന്നിധ്യം നമ്മുടെ നരസിംഹമൂർത്തിയുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സമന്വയിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് വലിയ അർത്ഥവും അനുഗ്രഹവും ഉണ്ടാവുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരും അത് ഉപകാരപ്പെടുത്താനും പ്രയോജനപ്പെടുത്താനുമുള്ള ഒരു മഹത്തായ അവസരമാണ് നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ഉത്സവം. അതിൽ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ നമ്മളുടെ ഒരു സാന്നിധ്യം മാത്രം മതി നമ്മളുടെ ഭഗവാന്റെ അടുക്കൽ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവാൻ. അതുകൊണ്ട് ഓഗസ്റ്റ് മാസം 26-ാം തീയതി നമ്മുടെ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവോണം തൊഴിൽ, സർവ്വ ഐശ്വര്യങ്ങളും നേടിത്തരുന്ന ആ ഭഗവാന്റെ മുമ്പിൽ, നമ്മളുടെ പിതൃക്കളുടെ മുമ്പിൽ ഒരുപോലെ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്കെല്ലാവർക്കും അനുഗ്രഹം, ഒരു വർഷത്തേക്കുള്ള സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ആപത്തിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും ഒക്കെ രക്ഷ നേടാനും സർവ്വവിധമായ ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ ആ ഒരൊറ്റ തൊഴിൽ കൊണ്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അയ്മനത്തിലെ എല്ലാ ഭക്തരും ആ ഭഗവാന്റെ തിരുവോണ നാളിൽ ഭഗവാന്റെ അടുത്ത് എല്ലാവരും ഒത്തുചേർന്ന് നമുക്ക് ആ തിരുവോണ നാൾ ഭംഗിയാക്കാം, നമ്മുടെ നാടിനെ സമ്പൽ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കാം. തിരുവുത്സവ